പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബ്രോക്ക് ലെസ്നർ കമൻറ്റേറ്ററായ മൈക്കിൾ കോളിനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മൈക്കിൾ കോളിനെ സഹായിക്കാൻ വേണ്ടി വന്ന കോറി ഗ്രേസ് എന്ന മറ്റൊരു കമൻറ്റേറ്ററിനെ ബ്രോക്ക് FI കൊടുത്ത് ആക്രമിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ജോൺസിന എന്ന് പറയുന്ന റസൽ പലൂസയിലെ ബ്രോക്കിൻ്റെ എതിരാളിക്കുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ബ്രോക്ക് ലെസ്നർ FI ചെയ്തുകൊണ്ട് കോറി ഗ്രേവ്സിനെ ആക്രമിച്ചത്. കൂടാതെ ബ്രോക്ക് ലെസ്നറിൻ്റെ ബീസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് യാതൊരു വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും ബ്രോക്ക് ലെസ്നർ കോറി ഗ്രേവ്സിനെ FI ചെയ്തു എന്ന് പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുൻപ് ബ്രോക്കിന് മുന്നിൽ വരുന്ന എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് ബ്രോക്കിൻ്റേതെന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരിച്ചുവരവിലും ബ്രോക്കിൻ്റെ ക്യാരക്ടറിൽ യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല. അദ്ദേഹം പഴയ ഒരു ബീസ്റ്റ് മോഡിൽ തന്നെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോക്ക് ഇന്ന് ആ മൈക്കിൾ കോളിനെ ആക്രമിക്കാൻ പോകുന്ന പോലെ കാണിച്ച് പിന്നീട് കോറി ഗ്രേവ്സിനെ FI കൊടുത്ത് ആക്രമിക്കുന്നത്. കോറി ഗ്രേവ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഇനി റിങ്ങിലേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ കൺകഷനൊക്കെ പറ്റി അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ 1-2 വർഷം മുൻപ് അദ്ദേഹത്തിന് റിങ്ങിൽ കയറാനുള്ള ഒരു മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം കോറി ഗ്രേവ്സ് റിങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു മൂവ് സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബമ്പ് എടുക്കുന്നത്. അപ്പോൾ കോറി ഗ്രേവ്സ് ഇനി തിരികെ റിങ്ങിൽ കയറാൻ ഒരു സാധ്യത അവിടെ തുറന്നു വരുന്നുണ്ട്. പക്ഷേ ബ്രോക്കിനെതിരെയുള്ള സ്റ്റോറി ഒന്നും നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത് ബ്രോക്ക് ലെസ്നറും ബ്രോക്ക് ലെസ്നറിൻ്റെ പഴയ അഡ്വക്കേറ്റായ പോൾ ഹേമനും ബാക്ക് സ്റ്റേജിൽ കണ്ടുമുട്ടിയതാണ്. അവിടെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുള്ളതുപോലെ കാണിച്ചിട്ടില്ല. നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബ്രോക്ക് അവിടെ വിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോൾ ഹേമൻ്റെ കൂടെ ബ്രോൺ ബ്രേക്കറും ബിഗ് ബ്രോൺസൺ റീഡിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇരുവരും ബ്രോക്കിനോട് ചൂടാകുന്ന പോലെയുള്ള ആ ഒരു മുഖഭാവമൊന്നും കാണിച്ചിട്ടില്ല. പോൾ ഹേമനും ബ്രോക്കും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി വാർ ഗെയിംസ് മത്സരത്തിൽ പോൾ ഹേമൻ്റെ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ബ്രോക്ക് ലെസ്നർ ഒരു പാർട്ണറായി വരാനുള്ള സാധ്യത ഉണ്ടോ, എന്താണ് നമുക്ക് സംസാരിക്കാം എന്നുള്ളതിലൂടെ ബ്രോക്കും പോൾ ഹേമനും തുറന്നിട്ടത് എന്നുള്ള പല സംശയങ്ങളും ബാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും റസൽ പലൂസ എന്ന് പറയുന്ന ഈ പ്രീമിയം ലൈവ് ഇവൻറ്റ്, നാളത്തെ ഈ മെഗാ ഇവൻറ്റ് കഴിഞ്ഞാൽ ബ്രോക്ക് ലെസ്നറിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനുകളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇന്നത്തെ ബ്രോക്കിൻ്റെ ആ ഒരു സെഗ്മെൻറ്റുകൾ, പോൾ ഹേമനുമായി മീറ്റ് ചെയ്ത ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.